വീഡിയോ എന്ന് പറയുന്നത് ഒരു ആപ്പിൾ പിക്കപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീസണൊക്കെ കഴിഞ്ഞു. ആപ്പിൾ പിക്കപ്പ് ചെയ്യുന്ന ഒരു ഫോൾ സീസൺ, ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് ശരിക്കും ആപ്പിൾ പിക്കപ്പ്. പക്ഷെ എൻ്റെ വൈഫ് വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവളെയും കൊണ്ട് ആപ്പിൾ പിക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകണമെന്ന്. അവൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ പോയതിൻ്റെ ഒരു വീഡിയോ, ഫ്രണ്ട്സായിട്ട് പോയതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവൾക്കും വരണം, പൊട്ടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെനിക്കറിയായിരുന്നു ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അതുപോലെ തന്നെയാണ് എന്താ പറയുക, കളറ്, ഫോളിൻ്റെ കളറുകളൊക്കെ ഇവള് വന്നത് നവംബറിലായപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് കളറൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തോ നേച്ചറിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കാം നേച്ചർ അവൾക്ക് വേണ്ടി കുറച്ച് കളറുകൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് ആയിട്ട്. മൊത്തത്തിലല്ല, പക്ഷെ എന്നാലും കുറച്ച് മഞ്ഞ കളറും യെല്ലോ കളറും റെഡിഷ് കളറൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആപ്പിളും അവൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എന്താ പറയുക, എനിക്കെന്നെ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ ഈ സമയത്ത് ഇവിടെ, അതായത് വിൻ്റർ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ സമയത്ത് ആപ്പിൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ സമയത്തൊക്കെ. കാരണം കുറേ ആപ്പിൾ അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്, പക്ഷേ മരത്തുമ്മ നിൽക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് അവൾക്ക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കിട്ടി. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ കാറ് അതിൻ്റെ ഉള്ളൊരു ഫാം ലാൻഡ് മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കാറ് ഓടിച്ച് കയറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആപ്പിൾ പിക്ക് ചെയ്ത് കാറിൻ്റെ ട്രങ്കിനകത്തൊക്കെ ഇട്ട് തിരിച്ചു വന്നു. ഞങ്ങളത് സ്മൂത്തി അടിച്ചു. അത് വേറെ വീഡിയോയിൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഞങ്ങൾ ആപ്പിൾ പൊട്ടിച്ചതും അവളുടെ ഫസ്റ്റത്തെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോണത്. പിന്നെ എന്താ പറയുക, ഇത് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതായത് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ സൗണ്ടിനും അവളുടെ സൗണ്ടിനും കൂടി ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലോ. കാലത്തോടെ ഒരു ആപ്പിൾ എടുത്ത് കടിച്ച് തിന്നുന്നുണ്ട്. ഇവിടെ തൊടട്ടെ, ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ തണുക്കുന്ന എനിക്ക് ഇവൻ്റെ കൈ. ഇതേ ആപ്പിൾ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പഴയ ആപ്പിളാണ്. മധുരമുണ്ടോ? അതെ, എനിക്ക് വേണ്ട. അവിടേക്കൊക്കെ കിടക്കുന്നുണ്ട്. എടാ പിടിക്കടാ ഫോൺ പിടിച്ച്. ബുബുവിടെ തണവൊക്കെ ഉണ്ടെങ്കിലും തണവൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളും കൊണ്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ള മെന്റാലിറ്റിയിലെ പുള്ളിക്കാരി. വേണ്ട, അത് പൊട്ടയൊന്നും പറക്കുന്നത് വേണ്ട. ഇതൊക്കെ കേടാവാത്ത സാധനങ്ങൾ പെട്ടെന്ന് കേടായത് വേണ്ട. ഫ്രഷ് ആയിട്ട് മരത്തൊന്നും പിടിക്കാൻ ഞങ്ങൾ ചുറ്റും നോക്കി കിടക്കട്ടെ ആപ്പിൾ ഏതെങ്കിലും മരത്തും പറഞ്ഞെങ്കിലും കിട്ടുമെന്നറിയാനായിട്ട്. പക്ഷെ അവസാനം ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇലകളൊക്കെ മറ്റേ മഞ്ഞ കളറായി കണ്ട. ആപ്പിളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അത് പകുതി കടിച്ചിട്ട് തിന്നിക്കണേ. ബാക്കിയുള്ള ആപ്പിൾസൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട്. വാ ഇടുവാ. പിന്നെ ആപ്പിൾ കിട്ടിയില്ല. പക്ഷെ എന്നാലും എനിക്കറിയാൻ കിട്ടി കേട്ടോ. ഒരെണ്ണം മരത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില മരങ്ങളൊക്കെ കൊഴിയാതെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് ചെറുതുകളുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ഉണ്ട്. റെയറായിട്ട് ചില മരത്തുമ്പോൾ കൊഴിയാതെ നിൽക്കുന്നതുണ്ട്. ആ കുഴപ്പമില്ല. വാ, അതിൻ്റെ രണ്ട് ഫോണുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ജാക്കറ്റ് ഇടാൻ പറഞ്ഞല്ലോ. ഇന്നലത്തെ എടുക്കണേ, വേറെ എടുക്കാം. ഇതൊരു ആപ്പിൾ പറഞ്ഞ പാട് ദൂരെ നിൽക്കുന്നുണ്ട്. എടി മേത്തൊക്കെ ചെളിയാവല്ലേ ഏട്ടാ. കിട്ടുമോ നിനക്ക്? ആ, ഞാൻ എടുത്തുതരാം. വെയിറ്റ് പഠിച്ചോ. ആ കിട്ടിയേ. ഇത് ആപ്പിള്. വാ വാങ്ങിട്ട് അത് പഠിക്കണ്ട. അത് മറച്ചു വെച്ച ഞാൻ മേത്തൊക്കെ ആവല്ലേടാ. കണ്ണിലൊക്കെ ശ്രദ്ധിച്ചോളോ. വാ, രണ്ടര കിട്ടിയില്ലേ? വാ 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 വാ. ഇനി ഉണ്ട്. വാ ഇങ്ങോട്ട് വാ, വേറെ പറിച്ചു തരാം. വാ. ഈ സമയത്ത് ആക്ച്വലി ഞങ്ങൾ ആപ്പിളൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് കുറച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് തണുത്തപ്പോൾ ഭയങ്കരമായിട്ട് തണുത്തു അവൾക്ക്, പുള്ളിക്കാരിക്ക്. അപ്പോൾ അവൾ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് അകത്ത് കയറിയിട്ട് ഹീറ്ററൊക്കെ ഫുള്ള് ഓണാക്കിയിട്ടപ്പോൾ ഞാൻ വീണ്ടും 2-3 ആപ്പിൾ പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവൾ കൂടെ വന്നിട്ട് എന്താ വെച്ചാൽ എനിക്കും പറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിൻ്റർ ജാക്കറ്റ് അല്ല, ശരിക്കും ഒരു സെക്ടർ ടൈപ്പാണ്. അതൊക്കെ ഇട്ട് പുള്ളിക്കാരി പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 എണ്ണം കൂടി പറിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട്. നോക്കിക്കേ കുറച്ച്. വാ മതി, വാ മതി. കയ്യിൽ ഇവിടെ വലിയൊരു ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ, വലുതായിരുന്നു. അത് പോയി. വാ, ഫോണ് കളയണ്ട. വാ മതി.